നേട്ടത്തിലായിരുന്നു കഴിഞ്ഞയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. അവസാന ദിവസം ഉണ്ടായിട്ടൊരു നിക്ഷേപ താല്പര്യമാണ് വിപണിയെ നേട്ടത്തിലെത്തിച്ചത്. ഒട്ടുമിക്ക മേഖലകളിലും നേട്ടത്തോടെയുള്ള വ്യാപാരമായിരുന്നു നടന്നിരുന്നത്. മുൻനിര സൂചികയായ നിഫ്റ്റി 25,000 എന്ന നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. രണ്ട് കാരണങ്ങളാണ് ഇന്നലെ വിപണിയെ നേട്ടത്തിലെത്തിക്കാൻ സഹായിച്ചത്. ഒന്ന്, US ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നിന്നും തൽക്കാലം ചേരേണ്ടതില്ല എന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാഹചര്യം. ഒപ്പം തന്നെ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിട്ടുള്ള ഇടിവും, ഈ രണ്ട് ഘടകങ്ങളുമാണ് ഇന്നലെ വിപണിയിൽ നിക്ഷേപ താല്പര്യത്തിന് പ്രേരിപ്പിച്ചത്. എന്നാൽ നിക്ഷേപ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ, കുറെ നാളുകളായി വിപണിയിൽ തുടർച്ചയായി നിക്ഷേപത്തിലായിരുന്ന ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ ഈ ഒരു അവസരം ലാഭമെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. ഏതാണ്ട് 3,500 കോടി രൂപയുടെ വിൽപ്പനയാണ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും വിപണിയിൽ വലിയ തോതിലുള്ള നിക്ഷേപം തുടരുക തന്നെയാണ്. ഇന്നലെ ഏതാണ്ട് 7,500 കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായത്. ഒട്ടുമിക്ക മേഖലകളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള നിക്ഷേപ താല്പര്യം ഈ രീതിയിൽ തുടർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ രീതിയിലുള്ള ക്രമപ്പെടലാണ് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ വിപണിയിൽ കണ്ടിരുന്നത്. ഇനി 25,200 എന്നുള്ള നിലവാരമാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുന്ന ഒരു സാഹചര്യത്തിൽ 25,800 എന്ന നിലവാരത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും തരത്തിലൊരു തിരുത്തൽ വിപണി ഉണ്ടാവുകയാണെങ്കിൽ അത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അത് ഓഹരികളിൽ നിക്ഷേപിക്കാനുള്ള അവസരമായി കണ്ടുകൊണ്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വലിയ തോതിലുള്ള കയറ്റങ്ങളും അടുത്ത ആഴ്ച വിപണിയിൽ പ്രതീക്ഷിക്കണം. അതിന് ആഗോള സാഹചര്യങ്ങളും ആഗോള വിപണിയിലെ നീക്കങ്ങളും ഒരു പരിധിവരെ വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. എന്തായാലും അടുത്ത ആഴ്ചയിൽ വിപണിയിൽ നേട്ടം ആവർത്തിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്.